Hi friends, welcome back to the channel. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും എന്നെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. 3-4 ബ്ലോഗിന് മുമ്പ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു ഡ്രൈ ഫിഷ് കറിയുമായി വന്നിട്ടുണ്ടായിരുന്നു. ഈ ഡ്രൈ ഫിഷ് കറി കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ എൻ്റെ ഡ്രൈ ഫിഷ് കറി കണ്ടതിന് ശേഷം എൻ്റെ കൂടെ പഠിച്ചവരും അബ്രോഡിൽ ജോലി ചെയ്യുന്നവരും ധാരാളം പേരുണ്ട്. അവരൊക്കെ എന്നെ വിളിക്കുകയും പേഴ്സണലായിട്ട് വിളിക്കുകയും വാട്സാപ്പിൽ കൂടെ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിരുന്നു. വളരെ നാളുകളുണ്ട് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല എങ്കിലും എന്നെ ഈ ഡ്രൈ ഫിഷ് കറി കണ്ട് എന്നെ ഓർമ്മിക്കാൻ അവർക്കൊരു അവസരം ലഭിച്ചു. വളരെയധികം സന്തോഷം. എനിക്ക് വേണ്ടി നല്ല കമൻറ്റുകൾ അയച്ച എൻ്റെ കൂടെ പഠിച്ചവർക്കും ജോലി ചെയ്തവർക്കും വേണ്ടി ഞാൻ ഈ സമയത്ത് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് മാംഗ്ലൂറിയൻ കേരള സ്റ്റൈലുള്ള പ്രോൺസ് ഗീ മസാല കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടി എനിക്കിന്ന് കുറച്ച് നല്ല ഫ്രഷ് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ കഴുകി വെട്ടി റെഡിയാക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. അതിൽ ചേർക്കാനുള്ള മസാലയും ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ ഇതിട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ എനേബിൾ ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ഞാൻ ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അത് നമുക്കൊരു ട്രേയിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ഓരോ ചെമ്മീനായിട്ടെടുത്ത് ക്ലീൻ ചെയ്ത് എടുക്കാം. ഈ ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ചെമ്മീൻ എടുക്കുമ്പോൾ ചെമ്മീൻ്റെ കണ്ണിൻ്റെ ഭാഗം സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തെടുക്കാൻ അത് കൈ കൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ചെമ്മീൻ്റെ വയറിൻ്റെ ഭാഗത്ത് ചെറിയ കാലുകളുണ്ട്. അതും കത്രി വെച്ച് കട്ട് ചെയ്തെടുക്കുന്നതാണ് വളരെയധികം എളുപ്പം. അതിനുശേഷം അതിൻ്റെ പുറത്ത് കാണുന്ന ചെറിയ തിൻ തോടാണ്. അത് ഓരോന്നായിട്ട് നമുക്ക് മെല്ലെ എടുത്ത് മാറ്റാം. സാവകാശം എടുക്കണം, അല്ലെങ്കിൽ മാംസം സ്പോയിലായി പോകും. അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ചെറുതായിട്ട് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഇതെല്ലാം മാറ്റിക്കഴിഞ്ഞ് എല്ലാ മീനിനും വേസ്റ്റ് ഉള്ളതുപോലെ തന്നെ അതിൻ്റെ ബോഡിയിൽ വേസ്റ്റ് ഉള്ളതുപോലെ ചെമ്മീൻ്റെ ബോഡിയിലും വേസ്റ്റ് ഉണ്ട്. ആ വേസ്റ്റ് എങ്ങനെ എടുക്കുന്നത് നമുക്കിപ്പോൾ കാണാം. അതിൻ്റെ മുതുക് ഭാഗത്ത് കത്തി കൊണ്ട് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരു നൂല് പോലുള്ളൊരു സാധനം നമുക്ക് കാണാം. അതാണ് ഈ ചെമ്മീൻ്റെ വേസ്റ്റ്. ഇതെടുക്കാതെ ആരും കറി വയ്ക്കാൻ ശ്രമിക്കരുത്, അതത്ര നല്ലതല്ല അത്. അതുപോലെ തന്നെ ഇനി നമുക്ക് തല, വലിയ ചെമ്മീനാണെങ്കിൽ ഈ ചെമ്മീൻ്റെ തല നമുക്ക് എടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല വലിയ തലയാണ്. ഈ തല എടുക്കണം എന്നുണ്ട് എങ്കിൽ ആ തലയുടെ ഷെല്ലിൻ്റെ ഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ എല്ലാ വേസ്റ്റും പോരും. അതല്ല തല വേണ്ട എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെയാണ് ചെമ്മീൻ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഈ ചെമ്മീൻ കറി തയ്യാറാക്കാനുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. പ്രോൺസ് മസാല വെക്കാനുള്ള കൂട്ടാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് തേങ്ങ, കുരുമുളക്, ഇഞ്ചി കൊത്തിയരിഞ്ഞത്, കറിവേപ്പില ഇത്രയും ചേർത്ത് നമ്മൾ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇനി മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും നമ്മൾ ചേർക്കും. ഇപ്പോൾ വറുക്കുന്നത് നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് അത്രയും കൂടി ചേർത്താണ് വറുത്തുകൊണ്ടിരിക്കുന്നത്. മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അവരവരുടെ ആവശ്യത്തിനുള്ള എരി അനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പം ഇടുന്നത് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തീ ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും കരിഞ്ഞു പോകും. നമ്മൾ ആ എണ്ണയിലെ ചൂടും എണ്ണയും തേങ്ങയിലുള്ള ചൂട് കൊണ്ട് നമ്മൾ മസാലപ്പൊടിയൊക്കെ വെന്തോളും. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പ്രോൺസ് മസാല കറി വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. നേരത്തെ ബാക്കിയുള്ള തേങ്ങ മറ്റ് സാധനങ്ങളെല്ലാം വറുത്ത് ഞാൻ മിക്സിയിൽ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞ് വെച്ചത്, ടൊമാറ്റോസ്, പച്ചമുളക് കീറി വെച്ചിരിക്കുന്നു, ചെറിയ ഉള്ളി, കുഞ്ഞുള്ളി അരിഞ്ഞത് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പ്രോൺസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണിത്. അതിനകത്ത് ഇനി അത് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഒരു 5 മിനിറ്റ് നേരത്തൊക്കെ. ഇപ്പോൾ ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ പ്രോൺ മസാലയ്ക്ക് വേണ്ടി ചേർക്കാൻ വെച്ചിരിക്കുന്നത്. പ്രോൺസ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ്: മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ലേശം വെളിച്ചെണ്ണ.
ലേശം വെള്ളം കൂടെ ആഡ് ചെയ്യാം. ഈ മസാല നമ്മൾ പ്രോൺസിൽ പുരട്ടി ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റിൽ വെച്ചേക്കാം. പ്രോൺസ് നമ്മൾ നല്ലവണ്ണം കഴുകി അതിൻ്റെ തോലെടുത്ത് അതിൻ്റെ വാലെല്ലാം എടുത്ത് കഴിയുമ്പോൾ അതിന് ഭയങ്കര സ്ട്രെയിൻ തോന്നിക്കാണുമായിരിക്കും. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യുന്നു, ഈ മസാല എല്ലാം പുരട്ടി അതിനെ ഒരു 5 മിനിറ്റ് നേരത്തെ റെസ്റ്റ് എടുക്കാൻ വെച്ചേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കുക്കിങ്ങിലേക്ക് പോകാം. റെസ്റ്റ് കഴിഞ്ഞ് ഇനി അടുത്ത് നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് കഴിഞ്ഞ് പാനിലേക്ക് ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലോണം ചൂടായി അത് മെൽറ്റായി എല്ലായിടത്തും സ്പ്രെഡ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് ചെമ്മീൻ ഓരോന്നോരോന്നായിട്ട് പറക്കി വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ചെമ്മീൻ ചുരുണ്ട് പോകാതിരിക്കണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഒരു ടൂത്ത് സ്റ്റിക്കോ അതല്ലെങ്കിൽ പച്ച ഈർക്കിലോ അതിനകത്ത് കുത്തി വെച്ച് കൊടുത്താൽ ചെമ്മീൻ ചുരുണ്ട് പോകാതെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നല്ല വലിയതായിട്ട് നമുക്ക് തോന്നത്തക്ക രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ കിട്ടും. ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡീപ്പ് ഫ്രൈ ആകരുത്, ഷാലോ ഫ്രൈ തന്നെ എടുക്കണം. കറി വെക്കാനുള്ളത് കൊണ്ട് ഡീപ്പ് ഫ്രൈ ആയാൽ കറിയിലിടുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലാണ് നമ്മളത് വറുത്തെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. കാരണം നെയ്യിൽ വറുക്കുന്നതാണ്. അധികം നെയ്യ് ഒഴിച്ച് മുങ്ങി നിൽക്കത്തക്ക രീതിയിലല്ല നമ്മൾ വറുത്തെടുക്കുന്നത്. ഷാലോ ഫ്രൈ ആയതുകൊണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്കിപ്പോൾ ഈ വീഡിയോക്കകത്ത് കാണാൻ എങ്ങനെയാണ് ഞാനത് വറുത്തെടുക്കുന്നതെന്ന്. അതുകൊണ്ട് അത് സൂക്ഷിച്ച് ചെയ്യുക. കൂടെ അത് മറിച്ചിട്ട് കൊടുക്കാൻ മറന്നു പോകരുത്. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമേ അത് വേഗമുള്ളൂ, മറു സൈഡ് അങ്ങനെ തന്നെ പച്ചപോയിട്ട് തന്നെ തോന്നും. അതുകൊണ്ട് 2 സൈഡും കൂടെ മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ശ്രദ്ധിക്കണം, മറന്നു പോകരുത്. ഇനി നമുക്ക് ഇതെല്ലാം ഫ്രൈ ചെയ്ത് എടുക്കുന്നത് വരയ്ക്കും അതിൻ്റെ ആ ടൂത്ത് സ്റ്റിക്ക് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മൾ എടുത്തത് കറിയിലിട്ടതിന് ശേഷം കഴിക്കുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റാൻ മറന്നു പോകരുത്. അത് വറുത്ത് മാറ്റിയതിന് ശേഷം ഗ്രേവി ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് തയ്യാറാകാം. ഇനി നമുക്ക് കറി വെക്കാൻ റെഡിയാകാം. അതിനുവേണ്ടി ഞാൻ സ്റ്റൗവിലൊരു മൺചട്ടി വെച്ചിട്ട്, മൺചട്ടിയാണ് ഏറ്റവും നല്ലത്, നല്ല ടേസ്റ്റി അതാണ്. മറ്റുള്ള ഇൻഗ്രീഡിയൻസ് വഴറ്റുന്നതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതൊരു 1 സെക്കൻഡ് വാടിയതിന് ശേഷം വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ആ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയാൽ മാത്രം, നല്ല ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട. അത് ഏകദേശം മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. അതിൽ 1 മിനിറ്റ് ആയി പച്ചമുളക് ഒന്ന് വാടി കിട്ടിയതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കാം. കുഞ്ഞുള്ളി ചേർക്കണം. ഇപ്പം ഞാൻ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ലേശം ചേർത്തേ ഉള്ളൂ. നമുക്ക് കറിയെല്ലാം നോക്കിയതിന് ശേഷം വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. കൂടി പോകാൻ പാടില്ല. കാരണം കൊഞ്ച് പ്രോൺ നമ്മൾ വറുത്ത് വെച്ചേക്കാണ്. അപ്പോൾ അതിനകത്ത് ഉപ്പും മസാലയൊക്കെ ഉള്ളത് കൊണ്ട് ലേശം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും.
അതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് അടച്ചു വെക്കുകയാണ്. അടപ്പെടുക്കട്ടെ, അതിന് പാകമായോ നോക്കാം. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ തക്കാളി കട്ടി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കും. തക്കാളി ഒന്ന് വാടി വരുന്നത് വരെ നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മുടെ മസാലക്കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ മറ്റു സാധനങ്ങളൊക്കെ കൂടെ അരച്ച് അതിപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. മസാല എല്ലാം ചേർത്ത് കൊടുത്ത് അത് തിളയ്ക്കാൻ വേണ്ടി നമ്മൾ അടച്ചു വെക്കാൻ അല്പസമയം. നമുക്ക് മസാല തിളച്ചൊന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനിനകത്ത് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്ത് കൊടുക്കുകയാണ്. മസാല എല്ലാം നല്ലോണം തിളച്ചിട്ടുണ്ട്. നല്ല ഫ്രൈ ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനാണ്. ഇത് കഴിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിത് കൊതി തോന്നുന്നുണ്ട്. ഇതിന് അധികം ഗ്രേവി പാടില്ല, നല്ല കുറിയ ഗ്രേവി തന്നെ ആയിരിക്കണം. ചപ്പാത്തിക്ക് കഴിക്കാം. ഇത് പൊറോട്ട ആയാലും ചോറിനായാലും കപ്പ ആയാലും ഏതിന് വേണമെങ്കിലും കഴിക്കാം. എപ്പോഴും കിട്ടുന്ന സാധനമല്ല ഈ ചെമ്മീൻ എന്ന് പറയുന്നത്. കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു ലേശം കൂടെ ഒന്ന് കുറുകിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പം അടച്ചു വയ്ക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടെല്ലാം റെഡിയാക്കി ചെമ്മീൻ അതിനകത്ത് പറ്റി പിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 2 മിനിറ്റ് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ സെർവ് ചെയ്ത് റെഡിയാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്ത് ഇത് മാത്രം നമുക്ക് പ്രോൺസ് മാത്രം മതിയാവും ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാനായിട്ട്. എങ്കിലും ഞാനൊരു ചെറിയ പുളിശ്ശേരിയും ഒരു അച്ചിങ്ങാപ്പയർ മെഴുക്കുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇനിയൊരു പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.